അടൂർ നിയോജക മണ്ഡലത്തിൽ നിശബ്ദ പ്രചാരണത്തിനിടെ നാടകീയ സംഭവങ്ങൾ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെതിരെ അപകീർത്തികരമായ നോട്ടീസ് വിതരണം ചെയ്തു എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത CPI പ്രവർത്തകരെ CPI നേതാക്കളെത്തി സ്റ്റേഷനിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി. ഇതിന് പിന്നാലെ RDO ഓഫീസ് ഉപരോധിച്ച് UDF സ്ഥാനാർത്ഥിക്കെതിരെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. അടൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ തുടങ്ങിയ ഡിജിറ്റൽ യുദ്ധമാണ് ഇപ്പോൾ തെരുവിലേക്ക് പടർന്നിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ വ്യാജ പ്രൊഫൈലുകൾ വഴി നവമാധ്യമങ്ങളിൽ പ്രചാരണം നടന്നിരുന്നു. പരാതിയെ തുടർന്ന് ഇവ നീക്കം ചെയ്തെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി ഇതേ ആരോപണങ്ങൾ നോട്ടീസ് രൂപത്തിൽ മണ്ഡലത്തിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടു. ഇതിനെതിരെ ശാന്തകുമാർ ഇന്നലെ രാത്രി റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസ് ഉപരോധിച്ചതോടെയാണ് സംഭവങ്ങൾ ഗതിമാറിയത്. കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാജ നോട്ടീസ് വിതരണം ചെയ്തെന്നാരോപിച്ച് അടൂർ കൊടുമൺ ഏനാത്ത് സ്റ്റേഷൻ പരിധികളിലായി 4 CPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് CPI ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ LDF പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മണിക്കൂറുകൾ നീണ്ട നാടകീയതയ്ക്കൊടുവിൽ പോലീസ് പ്രവർത്തകരെ വിട്ടയച്ചു. ഇവർ രണ്ടുപേരും രാവിലെ സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് UDFന്റെ ഒരു പ്രവർത്തക മോനിഷ എന്ന് പറഞ്ഞ പ്രവർത്തകയും 3-4 പേരും കൂടെ വന്നിട്ട് യാതൊരു കാരണമില്ലാതെ ഇവരെ വണ്ടി തടഞ്ഞു. വണ്ടി തടഞ്ഞിട്ട് താക്കോൽ ഊരി കൊണ്ടുപോയിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ അവരുടെ കൈവശം ഇരുന്ന അവരുടെ കയ്യിൽ നിന്ന് നോട്ടീസ് എടുത്ത് കൊടുത്തിട്ട് എവരാണ് വിതരണം ചെയ്തതെന്ന് പറഞ്ഞ് ഇവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. ഞങ്ങൾ അതറിഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ നോട്ടീസ് കണ്ടിട്ടില്ല. കാര്യം ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായി നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിന്റെ പേരിലാണ് വോട്ട് പിടിക്കുന്നത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന നോട്ടീസാണിത്, CAയുടെ ഇരുന്ന നോട്ടീസാണിത്. ഈ നോട്ടീസിനകത്ത് ഒരു പേരുണ്ട്, തട്ടയിൽ ചന്ദ്രൻ. ഈ നോട്ടീസ് എന്റെ കയ്യിൽ കിട്ടിയാൽ എന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം UDFന് വേണ്ടി ബോധപൂർവമായി ഈ 2 പേരെ പോലീസിന്റെ ഒത്താശയോടുകൂടി അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരിൽ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിരപരാധികളാണ് എന്നറിഞ്ഞ് ഇപ്പൊ 2 പേരും വിട്ടയച്ചു. സംഭവത്തിൽ വൈകാരികമായാണ് UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ പ്രതികരിച്ചത്. ഇടതുമുന്നണി ഭരണസ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയതാണെന്ന് CV ശാന്തകുമാർ ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെയും അവർക്ക് ഒത്താശ ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനകത്ത് ഉണ്ടാകുന്ന മാനസികമായും ശാരീരികമായുള്ള ആഘാതത്തിന് ഇതിനെ നോട്ടീസ് ഇറക്കിയവരതിന് ഉത്തരവാദിത്തം പറയണം. നിയമപരമായി അവരെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഞാനൊരു അഭിഭാഷകനാണ്. തീർച്ചയായും നിയമപരമായി അവരെ കൊണ്ടുവരും. ഇന്ന് ഇപ്പോൾ DYSP ഓഫീസിൽ വന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ട് പോയവർക്കെതിരെ അതിന് നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ DYSPക്കെതിരെയും SHOക്കെതിരെയും പരാതി കൊടുക്കും. നാടകീയമായ സംഭവവികാസങ്ങൾക്കിടെയാണ് UDF സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ നടപടിയുമായി ജില്ലാ കളക്ടർ രംഗത്തെത്തിയത്. നിശബ്ദ പ്രചാരണ സമയത്ത് മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിലൂടെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് കളക്ടറുടെ കണ്ടെത്തൽ. ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ S. പ്രേംകൃഷ്ണൻ പോലീസിന് നിർദ്ദേശം നൽകി. വോട്ടെടുപ്പിന് തൊട്ടുമുൻപുള്ള ഈ രാഷ്ട്രീയ പോര് വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.